ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങളുടെ കാറ്റിന്റെ ജീവൻ അപകടത്തിലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്പർ 1, ഇൻക്രീസ്ഡ് ഹൈഡിംഗ്. എല്ലാ പൂച്ചകൾക്കും നല്ല രീതിയിൽ ഒളിച്ചിരിക്കാൻ ഇഷ്ടമാണ്. അവ എപ്പോഴും ഒളിച്ചു കളിക്കാറുണ്ട്. എന്നാൽ സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ അവർ ഒളിച്ചു നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഇൽനെസ് അവരുടെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറെ കാണുക. രണ്ടാമത്തേതായിട്ട് അവയുടെ വൃത്തിയിൽ വരുന്ന മാറ്റം. പൂച്ചകൾ ഒരുപാട് വൃത്തിയുള്ള ആൾക്കാരാണ്. അവർ ഏത് സമയവും അവരുടെ നഖങ്ങളും ശരീരത്തിലെ മറ്റു പാർട്സ് ഒക്കെ വൃത്തിയായിട്ട് നക്കി തുടച്ച് സൂക്ഷിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കാറ്റ് ഈ അടുത്തായിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവ വളരെയധികം വൃത്തികേടായിട്ട് കാണപ്പെടുന്നു. ഇങ്ങനെ അവരുടെ ഗ്രൂമിംഗ് റൊട്ടീനിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അവരുടെ വൃത്തി കുറഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവയെ ഒരു ചെക്കപ്പിന് കൊണ്ടുപോകുക. കാരണം അവയ്ക്ക് എന്തൊക്കെയോ ഹെൽത്ത് പ്രോബ്ലംസ് ഓൺ ദ വേ ആണ്. അവസാനമായിട്ട് അവയുടെ വായിൽ നിന്നുള്ള ദുർഗന്ധം കൂടുന്നു. ഇതിൽ നിന്നും അവയ്ക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഡെന്റൽ ഡിസീസുകൾ വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെന്റൽ ക്ലീനിങ് എല്ലാ മാസവും കൂടുമ്പോൾ നടത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവയ്ക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആനിമൽ ഫാക്ട്സ് അറിയാൻ വേണ്ടി നമ്മുടെ പേജും ചാനൽ ഫോളോ